പത്തരമാറ്റിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ്. നവ്യയുടെ 5-ാം മാസ ചടങ്ങൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പൊടി കലർന്ന ജ്യൂസ് അഭി കുടിക്കുന്നതോടെ അനാമികയുടെയും ജാനകിയുടെയും ജലജയുടെയും പ്ലാനിങ് എല്ലാം പൊളിയുന്നു. നവ്യയ്ക്ക് മുത്തശ്ശി കൊടുത്ത മാല കണ്ട് അവർ ഒരുപാട് അസൂയപ്പെടുന്നുമുണ്ട്. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ സമയത്ത് അകത്ത് ചെന്ന് അനാമിക അനിയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കാനോ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ ഇപ്പോൾ ആരുമില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഉണ്ടായതെന്ന് അനി പറയുന്നുണ്ട്. നിനക്കിപ്പോ ആ നന്ദു വന്നതിൻ്റെ സന്തോഷമല്ലേ? അവളോട് ഞാൻ വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞിട്ടും അവൾ വന്നു. മറ്റൊന്നിനുമല്ല, നിന്നെ കാണാൻ വേണ്ടി മാത്രം എന്നൊക്കെ അനാമിക അനിയോട് പറയുന്നു. ഇത് കേട്ട അനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ 2 ചേച്ചിമാരുടെ വീടാണിത്. അതുകൊണ്ട് ഇവിടെ എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള സ്വാതന്ത്ര്യം നന്ദുവിനുണ്ട്. പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് തോന്നുമ്പോൾ അവൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് അനി ദേഷ്യത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ അവിടെ നിന്ന് ദേവയാനി കേൾക്കുന്നത് അനാമിക കണ്ടിരുന്നില്ല. പെട്ടെന്ന് ദേവയാനിയെ കണ്ടപ്പോൾ അനാമിക മുഖഭാവമൊക്കെ മാറ്റി ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മ കണ്ടതല്ലേ അനി ഇപ്പോൾ ദേഷ്യപ്പെട്ടു പോയത്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ഇപ്പോൾ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലെന്ന്. വല്യമ്മ പോലും ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അനാമിക പറയുന്നു. നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, കുറെ അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മോൾ പഠിക്കണം എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോകുന്നു. അപ്പോൾ അനാമികയുടെ ദേഷ്യം ഇരട്ടിയാകുന്നു. അവൾ ഫോണെടുത്ത് നടന്ന കാര്യമൊക്കെ അമ്മയോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അനാമികയുടെ അമ്മ രേവതി അവളോട് പറയുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മോൾ അവിടുന്ന് ഇറങ്ങി വാ, പിന്നെ നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം, അപ്പോൾ നല്ല നഷ്ടപരിഹാരവും വാങ്ങിക്കാമെന്നൊക്കെ. അങ്ങനെ അവർ തമ്മിൽ പാലിൽ വിഷം കലർത്തിയ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഫോൺ കട്ട് ചെയ്ത് അനാമിക തിരിഞ്ഞു നോക്കിയത് നവ്യയുടെ മുഖത്തേക്കായിരുന്നു. അനാമികയാണെങ്കിൽ അപ്പോൾ ഒരുപാട് പേടിച്ച് നിൽക്കുന്നുണ്ട്. നവ്യയ്ക്ക് അനാമികയെ ഇല്ലാതാക്കാനുള്ള ദേഷ്യവുമുണ്ട്. അവൾ അനാമികയുടെ കരണത്ത് ഒരുപാട് അടി കൊടുക്കുന്നു. നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞടി, ഇനി നിനക്ക് രക്ഷയില്ല. പക്ഷേ ഇക്കാര്യം ഞാൻ വീട്ടിൽ ആരോടും ഇപ്പോൾ പറയുന്നില്ല. നിന്നെ ഞാൻ അടിച്ച കാര്യം നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്ന് നവ്യ അനാമികയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവൾ എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി മറുത്തു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ അനാമിക നവ്യയുടെ മുൻപിൽ പേടിച്ച് നിൽക്കുന്നു. ഇനി നവ്യ അനാമികയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.